പഴയ കാലത്തിലിടക്കി കണ്ടു. ഹേ ഗായ്സ്, ഇന്ന് നമ്മളൊരു മൂവിക്ക് വേണ്ടി പോകാൻ നിൽക്കുകയാണ്. യെസ്, ദ മൂവി ബാലൻ ദ ബോയ്. അപ്പോൾ നമ്മൾ ഭാഗ്യൻ്റെ ഫാമിലി ആയിട്ട് പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് ഭാഗ്യൻ്റെ ഒരു കസിൻ ബ്രദർ ദേവൻ മിലിറ്ററിയിൽ മറ്റേ അഗ്നിവീർ എന്ന് പറഞ്ഞിട്ടുള്ള അതിലേക്ക് സെലക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവൻ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ ജസ്റ്റ് ഒന്ന് യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. അങ്ങനെ ഇറങ്ങുമ്പോഴത്തേ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഡിന്നർ കഴിച്ചിട്ടാണ് 9:30 ഷോക്കാണ് നമ്മൾ ബുക്ക് ചെയ്തത്. നൂൺ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്, സെക്കൻഡ് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് നൂൺ ഷോന്ന്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ അവിടെ അടുത്ത് തന്നെയുള്ള CNC എന്നാണ് തിയേറ്ററിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ അവിടെ എത്തി. മൂവിക്ക് ഓൾറെഡി നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സീറ്റൊക്കെ ഓൾറെഡി ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മൂവിനെ പറ്റി ഒരു ചെറിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഓൾറെഡി ഇറങ്ങിയിട്ടൊരു 2-3 ദിവസമായിട്ടുണ്ട് നമ്മളത് കാണാൻ ചെല്ലുമ്പോൾ. അങ്ങനെ അവിടെ ചെന്ന് QR കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വന്നിട്ട് പിന്നെ നമ്മൾ നേരെ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറി. മീൻസ് നമ്മളെ OD1 നമ്മൾ ഷോ നടന്നത്. അങ്ങനെ നേരെ അകത്തേക്ക് കയറി. കറക്റ്റ് ടൈമിനായതുകൊണ്ട് തന്നെ പിന്നെ അവിടെ അത്യാവശ്യം എല്ലാ സീറ്റും ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഇതേ ഭാഗ്യയും അച്ഛനും അമ്മയും ഭരത്തെല്ലാം കൂടെ ചേർന്ന് ഇന്ന് ഫിലിം കാണാൻ തുടങ്ങി. ബാലൻ മൂവി നമുക്കെല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ചിദംബരമായിരുന്നു ഡയറക്ടർ. അങ്ങനെ പിന്നെ അതൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തു. ഭരത്തിനും കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ആദ്യം ഒരു കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ചിന്നാസ വേണോ ഇത് വേണോ എന്നൊക്കെ. സോ നമ്മൾ മൂവി കണ്ടിറങ്ങി. ബാലൻ ദ ബോയ്. ഭരത്ത് പറയുന്നത് എവിടേക്കോ കണ്ടു മറന്ന കഥ പോലെ നന്നായിട്ടുണ്ട്. നല്ലൊരു സിനിമ പഴയ കാലത്തിലിടക്കി കണ്ടു. അമ്മക്ക് കഥ ക്ലിയർ ആയില്ല. ഒരു പ്രാവശ്യം എനിക്ക് കഥ ഭയങ്കര ഇഷ്ടായി. ഭയങ്കര ഇഷ്ടായി. വെറൈറ്റി കഥ, പിന്നെ ട്വിസ്റ്റുകൾ ഉണ്ട് ചെറുതായിട്ട്. പിന്നെ കാസ്റ്റിംഗ് ആണ് അടിപൊളി. ഇതിലുള്ള മെയിൻ കാസ്റ്റിംഗും പിന്നെ ആ കുട്ടിക്ക് വളരെ നല്ല കാസ്റ്റിംഗ്. നല്ല മൂവിയാണ്. അപ്പൊ നിങ്ങൾ കണ്ടില്ലെങ്കിൽ 2 വാച്ച് ഔട്ട് ഇൻ തിയേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ശരി, എന്നാൽ ബൈ.